വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തി SFIക്കാർ തല്ലിക്കൊന്നു. ഏകദേശം 10-12 ദിവസം മുമ്പ് നടന്ന സംഭവം. അവിടെ SFIക്കാർ സിദ്ധാർത്ഥൻ എന്ന തിരുവനന്തപുരത്തുള്ള വിദ്യാർത്ഥിയെ അവരുടെ രാഷ്ട്രീയ സംഘടനയെ ചേർന്നില്ല എന്ന് പറഞ്ഞ് അയാളെ ഭീകരമായിട്ട് മർദ്ദിക്കുകയും 2 ദിവസം അയാളെ അതിഭീകരമായി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വെറ്റിനറി സർവകലാശാല മുൻവശത്തെ ഗ്രൗണ്ടിൽ പരസ്യ വിചാരണ നടത്തി. 100-130 കുട്ടികൾ അത് കണ്ടുകൊണ്ടിരുന്നു. ആർക്കും അത് തടയാൻ സാധിച്ചില്ല. അതിക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങളാണ്. സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി നഗ്നനായി ഇട്ടിട്ടായിരുന്നു തലയിലും കാലും ദേഹത്തും നെഞ്ചത്തും ഒക്കെ ചവിട്ടുകയും അടിക്കുകയൊക്കെ ചെയ്തു. അവശനായ അയാളെ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഭീകരമായിട്ട് മർദ്ദിച്ചു. വൈകിട്ട് അയാൾ തൂങ്ങി മരിച്ചു എന്നുള്ള രീതിയിൽ അവരുടെ ബാത്റൂമിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ്. കാരണം SFIയുടെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ്, യൂണിറ്റ് സെക്രട്ടറി, അവിടുത്തെ ഒരു ആക്റ്റീവ് മെമ്പർ, അവർ ഉൾപ്പെടെ 12ഓളം പേര് ഇപ്പോൾ ഒളിയിൽ പോയിരിക്കുകയാണ്. SFI യൂണിറ്റ് സെക്രട്ടറി അമീൻ, അതുപോലെ തന്നെ യൂണിയൻ പ്രസിഡന്റ് അരുൺ, യൂണിയൻ അംഗം അസീഫ് ഖാൻ, അവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ 6 പേരെ അവിടുത്തെ USP കൽപ്പറ്റ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 പേരിൽ ഒന്നാം പ്രതിയായിട്ട് വന്നിരിക്കുന്ന ആൾ ഇടുക്കി രാമക്കൽമേട്ടിലുള്ള വിദ്യാർത്ഥിയാണ്. 20 വയസ്സേയുള്ളൂ. രഹാൻ എന്നാണ് പേര്. തിരുവനന്തപുരത്തുള്ള 3 പേരുണ്ട്. അവിടെ ഇടുക്കിക്കാരൻ രഹാനല്ല, ഇടുക്കിക്കാരൻ അഭിഷേക്. 2ാം പ്രതി രഹാൻ തിരുവനന്തപുരംകാരനാണ്. 3ാം പ്രതി SD ആകാശ് തിരുവനന്തപുരംകാരനാണ്. 4ാം പ്രതി RD ശ്രീഹരി തിരുവനന്തപുരംകാരനാണ്. 4 പേർക്കും 20, 21, 22 വയസ്സേ ഉള്ളൂ. അതേസമയത്ത് 5ാം പ്രതി തൊഴിലുറക്കാരൻ ഡോൺസ് ആണ്. 6ാം പ്രതി വയനാട് തന്നെ ബിൽഗേറ്റ് ജോഷുവ. ഈ 6 പേരെ അവിടുത്തെ ലോക്കൽ DYSP ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കൊലപാതകമാണ്. ഇത് 302 IPC പ്രകാരമുള്ള കുറ്റമാണ്. ഇത് റാഗിങ് അല്ല. റാഗിൻ്റെ പരിധിയിൽ ഇത് വരില്ല. റാഗിങ്ങിൻ്റെ സെക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടുനിന്ന് ആസ്വദിച്ച വിദ്യാർത്ഥികളും ഇത് പ്രതിരോധിക്കാൻ തയ്യാറാകാതെ പേടിച്ചിരുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഇതിന് മൂകസാക്ഷികളാണ്. അതോടൊപ്പം തന്നെ ഇത് തടയാൻ ബാധ്യസ്ഥരായ അവിടുത്തെ പ്രിൻസിപ്പള്, അവിടുത്തെ ഡീന്, അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, അവിടെ രാഷ്ട്രീയ സംഘടനകളുടെ ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള അസോസിയേഷനുണ്ട്. അവരാരും ഇത് തടയാൻ നിന്നില്ല. അവർക്കൊക്കെ കൂട്ടുത്തരവാദിത്തമുണ്ട്. ഒരു കോളേജിലെ പ്യൂണായാലും ശരി കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇത് തടയേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് 306 പ്രകാരം അവരെല്ലാം കുറ്റക്കാരാണ്. പക്ഷേ ഇതൊരു മർഡറാണ്. ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു ചങ്ങലയോ കയറോ ഇട്ട് വലിച്ചൊരു പാടുണ്ട്. ഇതൊരു ആത്മഹത്യയല്ല. ഇത് അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന് മരിക്കുമെന്ന് തോന്നിയപ്പോൾ കെട്ടിത്തൂക്കിയത് തന്നെ. അതിന് യാതൊരു കാരണം തൂങ്ങാനുള്ള ആരോഗ്യം ആ കുട്ടിക്കില്ല. പോസ്റ്റ്മോർട്ടത്തിന് മനസ്സിലായി 2 ദിവസമായി ആഹാരം കഴിച്ചിട്ടെന്ന്. വെള്ളം പോലും ആ ഇൻഡസ്ട്രീനകത്തില്ല, അല്ലെങ്കിൽ അവരുടെ സ്റ്റൊമക്കിനകത്തില്ല. അത്ര ദയനീയമായ ക്രൂരമായ ഒരു കൊലപാതകമാണിത്. ഇത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ വാർത്തെടുക്കാനായിട്ടാണ് കോളേജുകളിലെ അല്ലെങ്കിൽ സ്കൂളുകളിലെ രാഷ്ട്രീയ സംഘടന സ്വാധീനമെന്ത് വീമ്പിളക്കുന്നവർ ധാരാളം പേരെ എനിക്കറിയാം. ആശയപരമായ കാര്യത്തിന് അല്ലെങ്കിൽ കൂടുതൽ ആശയങ്ങൾ കുട്ടികൾക്ക് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ സ്കൂളും കോളേജുകളുടെ പരിസരത്ത് ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള കുട്ടികളുടെ സംഘടനകൾ വിഹരിക്കുന്നത്. അത് അപമാനകരമാണ്. അത് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം രാഷ്ട്രീയമായ ഒരു വളർച്ചയെ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ട. അവർക്കൊക്കെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അവരൊക്കെ രാഷ്ട്രീയമായി വളർന്നോളും. അവർക്ക് ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. ഇവിടെ ചെറുപ്പത്തിലെ രാഷ്ട്രീയം അവരുടെ രക്തത്തിൽ അടിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. അതിനുള്ളൊരു വേദിയല്ല സ്കൂള്. ഇപ്പോഴത്തെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഭയപ്പെട്ട് മാതാപിതാക്കൾ കുട്ടികളെ വിദേശത്തേക്ക് അയക്കുകയാണ്. അവിടെ പഠിക്കാൻ പോവുകയാണ്. ഇവിടെ ഭയമാണ്, കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടും. എത്ര കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു.
കേരളത്തിലെ മിക്കവാറും എല്ലാ സർവകലാശാലകളിലും നമുക്കറിയാം അവിടെ അടിപിടി കുത്ത് വെട്ട് സർവ്വസാധാരണമായി കഴിഞ്ഞു. ഇത് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളെ രാഷ്ട്രീയപരമായി സംഘടിപ്പിച്ച് ക്രിമിനലാക്കി വളർത്തിവിട്ട് വരുന്ന കുട്ടികളാണ് കോളേജുകളിൽ പോയി ഇത് അതിക്രൂരമായ കൊലപാതകം നടത്തുന്നത്. ഇത് നമുക്ക് നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 തലമുറകൾ ഇങ്ങനെ നശിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ പിതാക്കന്മാരും ഇതുപോലെ നശിച്ചവരാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം നമുക്ക് നല്ലതല്ല. ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ കോടതി ഇതിനകത്ത് ഇടപെടണമെന്നാണ് എൻ്റെ അപേക്ഷ. കാരണം കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള റൈറ്റ് ഉണ്ട്. കോടതിക്ക് ഇതിനകത്ത് ഇടപെടാനുള്ള ഭരണഘടനയുടെ 32ഉം 42ഉം ഭരണഘടനാ പ്രകാരം ഇടപെടാനുള്ള അവകാശം കോടതിക്കുണ്ട്. ഹൈക്കോടതി ഇങ്ങനെയുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളും ചെയ്തില്ലെങ്കിൽ കോടതി തീർച്ചയായിട്ടും ഇടപെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ദയവായി കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം. കാരണം ഒരു കമ്മീഷനെ വെക്കണം. 42-42 കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇടപെട്ടാൽ ഒരു കമ്മീഷനെ വെച്ചിട്ട് കേരളത്തിലെ ഏതൊക്കെ കോളേജുകളിൽ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, തൂങ്ങിച്ചത്തിട്ടുണ്ട്, ഭയം കൊണ്ട് ആ സ്കൂളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടത്തേണ്ട സമയം അതിക്രമിച്ചു. രാഷ്ട്രീയക്കാരും അതിന് തുനിയില്ല. അത് ഹൈക്കോടതി പോലെയുള്ള നമ്മുടെ മഹനീയമായ കോടതികളിൽ നിന്നൊരു ഉത്തരവുണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ നമുക്ക്. അതുകൊണ്ട് ഈ വകുപ്പ് പ്രകാരം തീർച്ചയായിട്ടും കോടതി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള അധ്യാപകരും മറ്റ് സംഘടനാ നേതാക്കളും ഒക്കെ അബറ്റേഴ്സാണ്. 306 IPC പ്രകാരമുള്ള കുറ്റം അവർ ചെയ്തിരിക്കുന്നു. അവർ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും അവർ സൈലൻ്റ് ആയിട്ടിരുന്നു. അവരിത് തടയാൻ ബാധ്യസ്ഥരാണ്. അവരവരുടെ കടമ നിർവഹിച്ചില്ല. അതുകൊണ്ട് 306 IPC പ്രകാരം അവരെ കൂടെ പ്രതിസ്ഥാനത്ത് ഈ കേസിൽ കൊണ്ടുവരണം. ആർട്ടിക്കിൾ 32ഉം 226 അനുസരിച്ച് കോടതി ഇത് ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഈ ഒരു സംഭവം കേരളത്തെ പൊതുജനങ്ങളെ കേരളീയരെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയാനൊക്കത്തില്ല. കാരണം അവരെല്ലാം കോളേജ് രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ളവരാണ്. കാരണം അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആക്രോശങ്ങളും ഇതുപോലെയുള്ള കൊലപാതകങ്ങളും നടക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ നമുക്കറിയാം അവിടുത്തെ ചരിത്രങ്ങൾ. കൂടെ കോളേജ് അടയ്ക്കും, പിന്നെ തുറക്കും. അവിടെയൊക്കെ നടമാടുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അക്രമ സ്വഭാവമുള്ള സംഭവങ്ങൾ എല്ലാ കോളേജുകളിലും നടത്തി അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരി വന്നവരാണ് ഇന്ന് പല പേരും ഇന്ന് അസംബ്ലിയിലൊക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു സംഭവം കോടതി ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും കോടതിയുടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ, ഇവിടെ രാഷ്ട്രീയപരമായ ഒരു പക്വത എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇതിനൊരു കമ്മീഷൻ വെച്ച് ആ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് തക്കതായ ഒരു ഓർഡർ കോളേജ് രാഷ്ട്രീയം നമുക്ക് പ്രോഹിബിറ്റ് ചെയ്യാനുള്ള ഉത്തരവുണ്ടാകണമെന്നാണ് എൻ്റെ അപേക്ഷ.